ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് അത്താണ്. അത്തായതുകൊണ്ട് ഇന്ന് ഉണ്ണിമോളും സ്വത്തൊക്കെ നേരത്തെ എണീറ്റിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ച നേരം വൈകിട്ട് എണീക്കുള്ളൂ. അമ്മയും ഉണ്ണിമോളും കൂടിയിട്ട് മുറ്റടിച്ചവരാണ് കേട്ടോ. ഇന്ന് അത്തം വെളുത്തിട്ടാണ് ഉള്ളത്. നല്ല വെയിലാണ്. അതുകൊണ്ട് വെയിൽ ഇന്ന് അടുക്കളയിലേക്ക് പോലും നന്നായിട്ട് അടിക്കുന്നുണ്ട്. സ്വത്ത് പൂക്കളിടാൻ വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശയ്ക്ക് എല്ലാവർക്കും ഇഷ്ടം ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ വാട്ടിയിട്ടുള്ളൊരു മസാലക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. പൂവ് ഇന്നലെ വൈകിട്ട് തന്നെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചു. അപ്പോൾ ഒന്ന് ജൗഹറ വന്നു പൂവ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ജൗഹറ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്കായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പൂക്കളൊക്കെ നേരാക്കണം കണ്ടപ്പോൾ അവൾക്ക് അത് ഇഷ്ടമായി. അപ്പോൾ പൂക്കളൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മസാലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഒരു 2 വിസിലടിപ്പിക്കും. അതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ആ കറി. സ്വത്ത് കുളിച്ച് വന്നിട്ടുണ്ട്. ചേച്ചി അനിയത്തിയും കൂടിയിട്ട് പൂക്കളം ഇടൽ തുടങ്ങി. അടുത്ത വീട്ടിൽ നിന്നൊക്കെ പൂവൊക്കെ ശേഖരിച്ചു. ഞങ്ങളോട് അധികം പൂക്കളൊന്നുമില്ല. അതുകൊണ്ട് പൂവൊക്കെ റെഡിയാക്കി രണ്ടാളും പൂക്കളിടാൻ വേണ്ടി നിന്നു. വലിയ പൂക്കളാണ് കേട്ടോ ഒന്നിട്ടത്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നു. ഞങ്ങളുടെ ഈ ഉമ്മറത്തെ ടൈല് അടന്ന് വീണതാണ് കേട്ടോ. ഈ ടൈല് ഇവിടെ ഒട്ടിച്ചതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ തുടയ്ക്കായിരുന്നു. അന്ന് ഇവിടെ ഈ സോഫ സെറ്റൊന്നും ഇല്ല. അപ്പോൾ ആ ടൈല് അങ്ങനെ അടന്ന് വീണു. ഒന്ന് ഞാൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞതുകൊണ്ട് തലയ്ക്ക് വന്ന് വീണില്ല. ഇല്ലെങ്കിൽ തലയ്ക്ക് നല്ല പണി കിട്ടിയിരുന്നു. ആളുണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഒന്ന് തിരുമ്പലും കുളിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തുണികൾ ഒരുപാട് തിരുമ്പാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴ ഇന്നലൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. അതുകൊണ്ട് അതൊന്നും തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. കുറേ ഡ്രസ്സ് തിരുമ്പാണ്ടായിരുന്നു. അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ പയറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പേരിയും ഉണ്ടാക്കി. പിന്നെ കടുമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കടുമാങ്ങ കൊണ്ട് ഇന്ന് ജസ്റ്റ് ഒരു അച്ചാറൊന്നും ഉണ്ടാക്കി. രാവിലെ കുളിച്ചുകൊണ്ട് ഇന്ന് മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ തല പൊട്ടിത്തെറിക്കണ പോലത്തെ വെയിലായിരുന്നു. ഇനി ഓണം കറക്കുമെന്നാണ് അറിയാത്തത്. എക്സാം ആയതുകൊണ്ട് രണ്ടാളും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടോ. ഇനിയിപ്പോൾ നാളെ സ്വത്തിന് 2 നേരം എക്സാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഉണ്ണിമോൾക്ക് 1 നേരം. കുറേ ദിവസമായി കറുകപ്പട്ട ഗ്രാമ്പൊക്കെ പൊടിച്ചൊക്കെയാണെന്ന് വിചാരിക്കണം. എന്തെങ്കിലും മസാല കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാലോ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചു. അപ്പം ഇനി ഉച്ച സമയമായി കേട്ടോ. ഇന്ന് മീൻകാരൻ വന്നപ്പോൾ മീനൊന്നും വാങ്ങിയില്ല. ഇന്നലെ തന്നെ മീൻ വാങ്ങിയിട്ട് മീനിന് ഒരു ചിലവുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ വാങ്ങിയില്ല. അപ്പം അമ്മയ്ക്ക് ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു സമയമുണ്ട്. ആ സമയത്ത് അമ്മ കഴിക്കാൻ വേണ്ടി വരുള്ളൂ കേട്ടോ. അതുവരെ സിനിമ സീരിയൽ എന്താ കാണുന്നത് വെച്ചാൽ അതൊന്ന് ഫുള്ളാക്കിയിട്ട് അയാൾ കഴിക്കാൻ വരുള്ളൂ കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. തുണികളൊക്കെ എടുത്തു കൊടുന്നു. സ്വത്തും ഉണ്ണിമോളും കൂടിയിട്ട് പേരമരത്തിന്മേൽ കയറിയിട്ട് പേരയ്ക്കൊക്കെ ഉള്ളതൊക്കെ പഴുക്കണതിനനുസരിച്ചിട്ട് അവരിങ്ങനെ പൊട്ടിച്ചിട്ട് കഴിക്കും. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും നാളത്തേക്കുള്ള പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ പറിക്കാൻ വേണ്ടി പോയിട്ടോ. ഇങ്ങനെ കുട്ടികളെ കൂടെ പറിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നത് കേട്ടോ. തുമ്പപ്പൂവും മുക്കുറ്റിയും പറിക്കാൻ വേണ്ടിയിട്ട് എന്നും വൈകുന്നേരം ആയാൽ ഒരു പോക്കുണ്ട്. ആ തുമ്പപ്പൂവൊന്നും ഇന്ന് കാണാൻ തന്നെ ഇല്ല. എന്നാൽ മുക്കുറ്റി എന്നാലും കാണാനുണ്ട് ഇവിടെയൊക്കെ. കുട്ടികളുടെ കൂടെ പോകുമ്പോൾ അതാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ശീലമ്മയുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അധികം കൃഷ്ണകിരീടമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ കൃഷ്ണകിരീടം പൊട്ടിച്ചു. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ മുട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതും കിട്ടി. സ്വത്ത് മതിൽമലൊക്കെ കയറിയിട്ടൊക്കെയാണ് പൊട്ടിച്ചത്. പിന്നെ പൂക്കളിടാൻ വേണ്ടിയിട്ട് കൊട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കൊട്ടയിലൊക്കെ കേട്ടോ പെറുക്കിയെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഉണ്ണിമോള് വടിയൊക്കെ എടുത്തിട്ട് അടിച്ച് കൊഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ കിട്ടണില്ല. 2-3 എണ്ണമൊക്കെ കിട്ടി. അത്രയും മതി. എന്തിനാ അത്ര വലിയ പൂക്കളം ഇടുന്നത്? നാളെ ഇനിയിപ്പോൾ അതൊന്നും ഇടാൻ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ കൃഷ്ണകിരീടമൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നു. അങ്ങനെ വന്നു. ഞങ്ങൾ മേലെയൊക്കെ കഴുകി. സന്ധ്യയായി. ഉണ്ണിമോള് വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അരവണയായിരുന്നു കേട്ടോ പായസം ഉണ്ടായിരുന്നത്.